14th question. A complete unit of a certain product consists of 4 units of components A and 3 units of components B. The two components are manufactured from 2 different raw materials of which 100 units and 200 units respectively are available. But raw materials available are 100 and 200. 3 departments are engaged in the production process with each department using a different method for manufacturing the components per production run. And the resulting units of each components are given below. അപ്പോൾ ഓരോന്നിൻ്റെയും ടേബിളിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽസ് പെർ റണ്ണ് ഫസ്റ്റ് റോ മെറ്റീരിയലിൻ്റെ സെക്കൻഡ് റോ മെറ്റീരിയലിന് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. എയും ഔട്ട്പുട്ട് ഓഫ് കമ്പോണൻസ് പെർ റണ്ണും തന്നിട്ടുണ്ട്. Formulate this problem as an LP model to determine the number of production runs for each department which will maximize the total number of complete units of final product. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിനെ മാക്സിമൈസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ റൺസിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ ആദ്യം വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ലെറ്റ് x1, x2 and x3 x1, x2, x3 be the number of production runs, be the number of production runs for each department which will maximize the total number of runs for departments 1 to 1. x1, x2, x3 be the number of production runs for department 1, 2 and 3 respectively. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഡക്ഷൻ റൺസ് നമ്മൾ x1, x2, x3 കിട്ടും. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ റൺസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എന്താണ്, ഒരു ഫൈനൽ പ്രൊഡക്റ്റിന് 4 യൂണിറ്റ്സ് ഓഫ് എയും 3 യൂണിറ്റ്സ് ഓഫ് ബിയും എന്തായാലും വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ എത്ര പ്രൊഡ്യൂസ് ചെയ്തോ അതിൻ്റെ ബൈ 4 നമുക്ക്, അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ അകത്ത് മൊത്തം എ എന്ന് പറയുന്നത് ഇത്ര എ നമ്പർ ഇത്ര ആണെങ്കിൽ അതിനെ ബൈ 4 ചെയ്യുന്നത്രോളം ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലീറ്റഡ് പ്രൊഡക്ട്സ് കാണുള്ളൂ. കാരണം നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് കംപ്ലീറ്റഡ് പ്രൊഡക്റ്റിന് 4 യൂണിറ്റ്സ് ഓഫ് എയും 3 യൂണിറ്റ്സ് ഓഫ് ബിയും വേണം. അപ്പം നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്തോ അതിൻ്റെ ബൈ 4 നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടുള്ളൂ. അതുപോലെ എത്ര നമ്മൾ ബി പ്രൊഡ്യൂസ് ചെയ്തോ അതിനെ ബൈ 3 ചെയ്യുന്നത് നമുക്ക് നമ്പർ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കിട്ടത്തുള്ളൂ. കാരണം ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് 4 യൂണിറ്റ്സ് ഓഫ് എയും 3 യൂണിറ്റ്സ് ഓഫ് ബിയും വേണം. അപ്പോൾ എ എത്രയുണ്ടോ അതിനെ ബൈ 4 ചെയ്യുന്നത്രോളം നമുക്ക് ടോട്ടൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബി എത്രയുണ്ടോ അതിൻ്റെ ടോട്ടലെ നമുക്ക് ബൈ 3 ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എയുടെ കേസിൽ ടേബിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പോണൻസ് പെർ റൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാന്റിൽ 6, എയുടെ കേസിൽ ഫസ്റ്റ് പ്ലാന്റിൽ 6, സെക്കൻഡിൽ 5, തേർഡിൽ 7 ആണ്. അപ്പം 6x1 പ്ലസ് 5x2 പ്ലസ് 7x3 ആണ് ടോട്ടൽ എ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 6x1 ഫസ്റ്റ് പ്ലാന്റിൽ നിന്ന് 6, സെക്കൻഡ് പ്ലാന്റിൽ നിന്ന് 5, തേർഡ് പ്ലാന്റിൽ നിന്ന് 7. അപ്പോൾ 6x1, 5x2, 7x3 ഇത്രയാണ് ടോട്ടൽ എ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിനെ ബൈ 4 ചെയ്യുന്നത് മാക്സിമം ഇത്രയും നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് പറ്റുള്ളൂ. അതുപോലെ തന്നെ ബിയുടെ കേസിലാണെങ്കിൽ ബിയുടെ 4x1, 8x2 പ്ലസ് 3x3 ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആദ്യത്തേത് 4, രണ്ടാമത്തേത് 8, മൂന്നാമത്തേത് 3. അത് ബൈ 3, കാരണം ടോട്ടൽ എത്ര ബി ഉണ്ടോ അതിൻ്റെ ബൈ 3 ചെയ്യുന്നത്രോളം മാക്സിമം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേതാണോ മിനിമം, ഇപ്പോൾ ഇതൊരു 10ഉം ഇതൊരു 6ഉം, അതായത് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടി, ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ 6 കിട്ടിയുള്ളൂ. അപ്പം ബി വെച്ചിട്ട് നമുക്ക് 6 എണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എ വെച്ചിട്ട് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ രണ്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മിനിമം നോക്കിയിട്ട് ഇപ്പോൾ 6 എണ്ണേ നമുക്ക് ടോട്ടൽ ഫൈനൽ പ്രൊഡക്ട്സ് പറ്റുള്ളൂ. അപ്പം
ഈ രണ്ട് ക്വാണ്ടിറ്റിയുടെ മിനിമം എന്താണോ അത്രയും നമ്പർ ഓഫ് യൂണിറ്റ്സേ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും യൂണിറ്റ്സ് ഓഫ് എയും ഇത്രയും യൂണിറ്റ്സ് ഓഫ് ബിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്പർ എത്ര തന്നെയാണോ അത്രയും യൂണിറ്റ്സ് ഓഫ് ഈ രണ്ടെണ്ണത്തിന്റെ മിനിമം എത്രയാണോ അത്രയും യൂണിറ്റ്സ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ അതൊന്ന് റഫായിട്ട് ചെയ്ത് വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്താൽ സിൻസ് each unit of the final product requires 4 units of component A and 3 units of component B. Component B, therefore maximum number of units of the final product cannot exceed the smaller value of total number of units of A produced by 4, total number of units of B produced by 3. അത് ക്ലിയർ ആണോ? കാരണം ഒരു കമ്പോണന്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 4 യൂണിറ്റ്സ് ഓഫ് എയും 3 യൂണിറ്റ്സ് ഓഫ് ബിയും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എത്ര എ ഉണ്ട് എത്ര ബി ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിന്റെ ബൈ 4 നമുക്ക് ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിയുടെ ആണെങ്കിൽ എത്ര ഇപ്പം 10 ബി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 3 ടോട്ടൽ ഫൈനൽ 10/3. അപ്പം 3 എണ്ണത്തിനുള്ള ക്വാണ്ടിറ്റി അതുള്ളൂ. അപ്പം നമുക്ക് ടോട്ടൽ എ എന്ന് പറയുന്നത് ഒരു 20യും ബി എന്ന് പറയുന്നത് ഒരു 15ഉം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം 15 വേണ്ട, നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഇതൊരു 24 എടുക്കാം. എയുടെ ടോട്ടൽ പ്രൊഡക്റ്റ് എ മൊത്തം 24ഉം ബി 15ഉം ആണ് വിചാരിക്കുക. ഈ 24 എണ്ണം വെച്ചിട്ട് 24/4 6 ഫൈനൽ പ്രൊഡക്റ്റേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് 15 എണ്ണം ഉണ്ട്. 15 എണ്ണം ഒരെണ്ണത്തിന് 3 എണ്ണം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 5 ഫൈനൽ പ്രൊഡക്റ്റ് പറ്റും. അപ്പോൾ എയുടെ വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 6 എണ്ണവും ബിയുടെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ 5 എണ്ണവും നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനമേ ഉള്ളൂ. ഫൈനൽ പ്രൊഡക്റ്റ് 6 എണ്ണം ഉണ്ടാക്കാനുള്ളത് എയുടെ ഉണ്ട്, ബിയുടെ ആണെങ്കിൽ 5 എണ്ണം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ മിനിമം നമുക്ക് 5 എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഈ രണ്ട് നമ്പറിൽ അതായത് എ എത്രണ്ണം ഉണ്ടോ അത് by 4, ബി എത്രണ്ണം ഉണ്ടോ അത് by 3. എന്നിട്ട് അതിന്റെ മിനിമം നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. 6 എണ്ണം എ വെച്ചിട്ട് 6 എണ്ണവും ബി വെച്ചിട്ട് 5 എണ്ണവും ഉണ്ടാക്കെങ്കിൽ രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് 5 എണ്ണല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. Total number of units of A produced by 4, total number of units produced by B by 4, by 3. ഈ രണ്ടെണ്ണത്തിന്റെ മിനിമം നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ മിനിമം ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യുന്ന 6x1, 5x2, 7x3. ഔട്ട്പുട്ട് ഓഫ് കമ്പോണൻസ് പെർ റൺ നമുക്ക് എയുടെ തന്നിട്ടുണ്ട് 6, 5, 7. അപ്പോൾ 6x1, 5x2, 7x3 by 4 ആൻഡ് മറ്റേത് വരുന്നത് 4x1, 8x2, 3x3 by 3. ഇതിന്റെ മിനിമമായി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ മിനിമത്തിന് നമുക്ക് y എന്ന് വിളിക്കാം. ഇഫ് y is the number of components units of ഫൈനൽ പ്രൊഡക്റ്റ് y ആണെങ്കിൽ y എന്ന് പറയുന്നത് ഇതിലും ചെറുതായി, y എന്ന് പറയുന്നത് ഈ രണ്ടിനേക്കാളും ചെറുതായിരിക്കണം. യൂണിറ്റ്സ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു ഒന്ന് 5 ഒന്ന് 6 ഉണ്ടാക്കാനുള്ളതെങ്കിൽ നമുക്ക് മാക്സിമം 5 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. ഇഫ് y is the number of components of units of final product, then y should be less than or equal to 6x1 plus 5x2 plus 7x3 by 4.
ആൻഡ് y ഷുഡ് ബി ലെസ് ദാൻ, ഈ രണ്ടിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. കാരണം നമുക്ക് ഒന്ന് വെച്ച് ആദ്യത്തേത് വെച്ചിട്ട് 10 ഉണ്ടാക്കാൻ, രണ്ടാമത്തെ വെച്ചിട്ട് 8 ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മൊത്തം നമുക്ക് മാക്സിമം 8 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ y എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കണം. അതാണ് ഇവിടെ തന്നേക്കുന്നത്. y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ആൻഡ് y ഷുഡ് ബി ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ്. ഇപ്പോൾ LP മോഡൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. LP മോഡൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമൈസ് ടോട്ടൽ നമ്പറാണ്. മാക്സിമൈസ് Z is equal to മിനിമം ഓഫ്, ഇതിന്റെ മിനിമം അല്ലേ നമുക്ക് മിനിമം, ഈ രണ്ട് നമ്പേഴ്സിന്റെ മിനിമം ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. 6x1 പ്ലസ് 5x2 പ്ലസ് 7x3 ബൈ 4 കോമ, ഈ രണ്ടെണ്ണത്തിന്റെ മിനിമത്തിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഈ നമ്പറാണ്, ഈ നമ്പറിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ടു ബി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ മിനിമത്തിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ മിനിമത്തിനേക്കാളും വലുതാകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്പറാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലിന്റെ കൺസ്ട്രെയിൻ ആണ്. അപ്പം ഫസ്റ്റ് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയലിന് മാക്സിമം 100 യൂണിറ്റ്സേ ഉള്ളൂ. ഫസ്റ്റ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിന് 7, സെക്കൻഡ് യൂണിറ്റിന് 4, തേർഡ് യൂണിറ്റിന് 2 വേണം. അപ്പോൾ അവിടെ നമ്മൾ റോ മെറ്റീരിയലിന്റെ കൺസ്ട്രെയിൻസ് പറയുമ്പം 7x1 പ്ലസ് 4x2 പ്ലസ് 2x3. ഫസ്റ്റ് കോളം നമ്മൾ നോക്കുവാണെങ്കിൽ റോ മെറ്റീരിയലിന്റെ കൺസ്ട്രെയിനിന്റെ ഫസ്റ്റ് റോ മെറ്റീരിയലിൻ്റെത് 7, 4, 2. അപ്പോൾ 7x1, 4x2, 2x3 അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കണം. രണ്ടാമത്തെ റോ മെറ്റീരിയലിൻ്റെ പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. അപ്പോൾ 5x1 പ്ലസ് 8x2 പ്ലസ് 7x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആയിരിക്കണം. അത് റോ മെറ്റീരിയലിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്ക് കിട്ടി. അങ്ങനെ രണ്ട് റോ മെറ്റീരിയലിൻ്റെ കൺസ്ട്രെയിൻസ് കിട്ടി. ഇനി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ, അത് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയതാണ് ഈ കൺസ്ട്രെയിൻ. ഇത് ഈ അതായത് 6x1, 5x2, 7x3 ആണ് ടോട്ടൽ A പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 4y ആയിട്ട് നമ്മൾ ഈ 4 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 4y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ കൺസ്ട്രെയിൻ തന്നെ നമ്മളൊന്നും കൂടെ ഒരേ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് എഴുതുവാണെങ്കിൽ നമുക്കതിനെ 6x1 തേർഡ് കൺസ്ട്രെയിൻ ആയിട്ട് ഇതാണ് എഴുതുന്നത്. 6x1 പ്ലസ് 5x2 പ്ലസ് 7x3 മൈനസ് 4y. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് 4y ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് മൈനസ് 4y വരും. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം. അടുത്തത് ഇത് വരുന്നത് 3y ആണ്. 4x1 പ്ലസ് 8x2 പ്ലസ് 3x3 മൈനസ് 3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ x1, x2, x3യും വൈയും 4 വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് എല്ലാം നമ്മൾ എഴുതി. ഈ 3 വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1, x2, x3 ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും ഗ്രേറ്റർ ദാൻ 0 ആയത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ മൊത്തം LP പ്രോബ്ലത്തെ ഫോർമുല. അപ്പം നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ടോട്ടൽ നമ്പറാണ്. അപ്പം മിനിമം ഓഫ് ദിസ് 2നെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പം മാക്സിമൈസ് Z is equal to മിനിമം ഓഫ് ദിസ് ആൻഡ് ദിസ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ആദ്യത്തെ റോ മെറ്റീരിയലിൻ്റെ 2 കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ Aയുടെ നമ്പർ ഓഫ് കമ്പോണൻസിൻ്റെയും Bയുടെ നമ്പർ ഓഫ് കമ്പോണൻസിൻ്റെ കൺസ്ട്രെയിൻസ് പറഞ്ഞു. ഓരോ വേരിയബിളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം.